നമസ്കാരം. മലയാളത്തിൻ്റെ സ്വന്തം കഥാകാരൻ എം.ടി. വാസുദേവൻ നായർക്ക് സ്നേഹനിർഭരമായ യാത്രാമൊഴി ചൊല്ലി മലയാളം. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. ആരാധകരും സ്നേഹിതരുമടക്കം ആയിരങ്ങൾ എം.ടിക്ക് അന്ത്യയാത്രാമൊഴിയേകി. എം.ടിയുടെ സഹോദരൻ്റെ മകൻ ടി സതീശനാണ് ചടങ്ങുകൾ നിർവഹിച്ചത്. മാവൂർ റോഡിലെ സ്മൃതിപഥത്തിൽ തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ഓർമ്മ ദീപമായി എം.ടി. കൊട്ടാരം റോഡിലെ സിതാര എന്ന വീട്ടിൽ ഒരു രാത്രിയും ഒരു പകലും നീണ്ട പൊതുദർശനം അവസാനിച്ചത് വൈകിട്ട് 3:30യോടെയായിരുന്നു. പൊതുദർശന തിരക്കും വിലാപയാത്രയിലെ ആൾക്കൂട്ടവും അന്ത്യയാത്രയിൽ ആഗ്രഹിച്ചിരുന്നില്ല എം.ടി. എങ്കിലും പ്രിയപ്പെട്ടവരുടെ സ്നേഹസമ്മർദ്ദങ്ങൾക്ക് കുടുംബം വഴങ്ങിയതോടെയാണ് എം.ടിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ ആരാധകർക്കും നാട്ടുകാർക്കും വഴിയൊരുങ്ങിയത്. സഹോദരപുത്രൻ സതീശിൻ്റെ നേതൃത്വത്തിൽ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതശരീരം വീട്ടിൽ നിന്ന് ഇറക്കുമ്പോഴും പ്രിയ കഥാകാരനെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങൾ വരിയിൽ ബാക്കിയായിരുന്നു. കാത്തുനിന്ന ആരാധക കൂട്ടം എം.ടിക്കൊപ്പം നടന്നപ്പോൾ അന്ത്യയാത്ര ആരുടെയും ആസൂത്രണമില്ലാതെ തന്നെ ഒരു വിലാപയാത്രയായി മാറി. കൊട്ടാരം റോഡിലെ സിതാരയ്ക്കും മാവൂർ റോഡിലെ സ്മൃതിപഥത്തിനുമിടയിലെ 2 കിലോമീറ്റർ ദൂരത്തിൽ നഗരവീഥികളിലുടനീളം പ്രിയ കഥാകാരന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജനം നിറഞ്ഞു. 4:45 മൃതശരീരം എത്തിക്കുമ്പോഴേക്കും സ്മൃതിപഥവും പരിസരവും ആൾക്കൂട്ടത്താൽ മൂടിയിരുന്നു. അവസാനമായി ഒരു നോക്ക് കാണാൻ ആഗ്രഹം അറിയിച്ചവർക്ക് ഹ്രസ്വനേരം കൂടി പൊതുദർശനം, മന്ത്രിമാരുൾപ്പെടെയുള്ളവരുടെ അന്ത്യാഞ്ജലി, തുടർന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതി അർപ്പിച്ച് പോലീസ് സേന. പിന്നെ അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം വാതകചിതയിലെ അഗ്നിനാളമായി മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ. എഴുതിയതൊക്കെയും ബാക്കിയാക്കി എം.ടി മടങ്ങി. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരനെ ഒരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും വഴിനീളെ ആളുകൾ കാത്തുനിന്നിരുന്നു. പത്രാധിപർ, ചലച്ചിത്രകാരൻ, നാടകകൃത്ത്, സാഹിത്യ സംഘാടകൻ എന്നിങ്ങനെ കൈവച്ച മേഖലകളിലെല്ലാം സുവർണ്ണമുദ്ര പതിപ്പിച്ച ആ യുഗം ഇനി ഓർമ്മ. സംസ്കാര ചടങ്ങിൽ മന്ത്രിമാരായ എ.കെ. ശശീന്ദ്രൻ, മുഹമ്മദ് റിയാസും, എം.പി. രാജേഷ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, കോഴിക്കോട് എം.പി. എം.കെ. രാഘവൻ, വടകര എം.പി. ഷാഫി പറമ്പിൽ, സംവിധായകൻ ലാൽ ജോസ്, കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് എന്നിവരും എത്തിച്ചേർന്നു. സംസ്ഥാനത്ത് 2 ദിവസം ദുഃഖാചരണം നടക്കും. നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വസതിയായ സിതാരയിലെത്തിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിനും എം.ടിയെ അനുസ്മരിച്ചു. മലയാളത്തിനപ്പുറം വായനക്കാരെ സ്വന്തമാക്കിയ എഴുത്തുകാരനാണ് എം.ടി. ഭാഷയ്ക്കും സമൂഹത്തിനും എം.ടി നൽകിയ സംഭാവന തലമുറകളോളം നിലനിൽക്കുമെന്നാണ് സ്റ്റാലിൻ അനുസ്മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു എം.ടിയുടെ അന്ത്യം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അദ്ദേഹം കുറച്ചു ദിവസമായി ചികിത്സയിലായിരുന്നു. മരണസമയത്ത് മകൾ അശ്വതിയും ഭർത്താവ് ശ്രീകാന്തും കൊച്ചുമകൻ മാധവും സമീപത്തുണ്ടായിരുന്നു. 1933 ജൂലൈ 15 പൊന്നാനി താലൂക്കിലെ കൂടല്ലൂരിലായിരുന്നു എം.ടിയുടെ ജനനം. പുന്നീർകുളം ടി. നാരായണൻ നായരും അമ്മാളു അമ്മയുമാണ് മാതാപിതാക്കൾ. 4 ആൺമക്കളിൽ ഇളയ മകൻ. മലമക്കാവ് എലിമെന്ററി സ്കൂൾ, കുമാരനെല്ലൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് 1953 രസതന്ത്രത്തിൽ ബിരുദം നേടി. കുറച്ചുകാലം അധ്യാപകൻ. തുടർന്ന് 1956 മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ദീർഘകാലത്തെ ഔദ്യോഗിക സേവനത്തിന് തുടക്കം. 1967 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്റെ പത്രാധിപരായി. 1981 ആ സ്ഥാനം രാജിവെച്ചു. 1989 പീരിയോഡിക്കൽസ് എഡിറ്റർ എന്ന പദവിയിൽ തിരികെ മാതൃഭൂമിയിലെത്തി. 1999 മാതൃഭൂമിയിൽ നിന്ന് വിരമിച്ച ശേഷം കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി സേവനമനുഷ്ഠിച്ചു. നിലവിൽ തുഞ്ചൻ സ്മാരക സമിതിയുടെ അധ്യക്ഷനായിരുന്നു. 2005 രാജ്യം എം.ടിയെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. സാഹിത്യരംഗത്ത് ഭാരതത്തിൽ നൽകപ്പെടുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമായ ജ്ഞാനപീഠം 1995 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, മാതൃഭൂമി പുരസ്കാരം, ഓടക്കുഴൽ അവാർഡ്, മുട്ടത്തുവർക്കി അവാർഡ്, പത്മരാജൻ പുരസ്കാരം എന്നിങ്ങനെ എണ്ണപ്പെട്ട ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിച്ചു. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് കോഴിക്കോട് സർവകലാശാലയും മഹാത്മാഗാന്ധി സർവകലാശാലയും ഡി.ലിറ്റ് നൽകി ആദരിച്ചു. എം.ടി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായ നിർമാല്യം 1973 ഏറ്റവും നല്ല ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടി. ഇതിനു പുറമെ 30-ലേറെ ദേശീയ, സംസ്ഥാന അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മലയാളികളുടെ എന്നും പ്രിയപ്പെട്ട നോവലുകളായ മഞ്ഞ്, നാലുകെട്ട്, അസുരവിത്ത്, കാലം, രണ്ടാമൂഴം, N.P. മുഹമ്മദുമായി ചേർന്ന് എഴുതിയ അറബിപ്പൊന്ന് എന്നിവ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇരുട്ടിൻ്റെ ആത്മാവ്, നിന്റെ ഓർമ്മയ്ക്ക്, കുട്ടിയുടെ, ഓളവും തീരവും, ഷെർലക്, വാനപ്രസ്ഥം, വേദനയുടെ പൂക്കൾ, രക്തം പുരണ്ട മൺതരികൾ എന്നീ കഥകളും ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു.